ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ 10 മിനിറ്റ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിച്ചേക്കാം. ഈ 10 മിനിറ്റ് ഈ വചനം ഇന്ന് കേൾക്കുന്നത് എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഭാവി. ഉദാഹരണത്തിന് ഈ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്കുണ്ട്. ഈ വാക്കാണ് ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന 250 കോടി ജനം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാനും ക്രിസ്ത്യാനി എന്നുള്ള തലത്തിൽ ജീവിക്കാനുള്ള കാര്യം ഈ ഒരു വചനമാണ്. ഇന്ന് വേഗത്തിൽ പോകാം. അത് ഇന്ന് ഞാനൊരു കാര്യം പറയാം. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇത് ശരിയാണെന്ന് തോന്നും, ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നും. നമുക്ക് അത് മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ച്. പക്ഷെങ്കിൽ ഇന്ന് അതിലേക്കൊന്നും ഞാൻ പോകത്തില്ല. ജസ്റ്റ് ഒരു 4 വാക്യങ്ങൾ 4 ഭാഗത്തു നിന്ന് വായിക്കും. എന്നിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ചരിത്രം മാറി. ഇന്ന് വേഗത്തിൽ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3:14 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഗലാത്യർക്ക് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വാക്കാണ്. ഞാൻ 4 പേരുടെ പേര് ഇതിനകത്ത് ഇത് പറയും. 1 പൗലോസ് അപ്പോസ്തലൻ, 2 മോശ, 3 യിരെമ്യാവ്, 4 യെശയ്യാവ്. 4 പേരുടെ കാര്യം മാത്രം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ 2000 വർഷം മുമ്പേ പറയുക, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ചരിത്രം മാറും. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കേവലം ഒരു വ്യക്തിയുടെ പേരാണ് അന്നത്തെ സമയത്ത് യേശു എന്നുള്ളത് പേരാ. അന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും ഒത്തിരി പേർക്കുള്ള പേരായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്നുള്ളൊരു നാമം ഒരുപക്ഷെ അവർ കേട്ടിട്ടില്ലാത്ത ഒരു നാമം പുതുതായിട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കപ്പെടുന്നത്? ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാ, ക്രിസ്തു യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ചരിത്രം മാറും, നിന്റെ തലമുറകളുടെ ചരിത്രം മാറും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശു ക്രിസ്തു എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരണം. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. സാധാരണഗതി നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിഷയങ്ങൾ? ഞാൻ ദൈവത്തെ വിളിക്കുന്നു, ഞാൻ ദൈവത്തെ അറിയുന്നു, പിന്നെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, ദൈവം വിളിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ അവരെ ദൈവം അവരുടെ ക്വാളിഫിക്കേഷൻ കണ്ടല്ല വിളിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തന്നെയാണ് ദൈവം വരെ വിളിച്ചത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം ദൈവം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ അല്ല വിളിക്കുന്നത്, വിളിയുള്ളവരെ കർത്താവ് ക്വാളിഫൈ ചെയ്യുക ചെയ്യുന്നത്. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പ്രശ്നവും പ്രതികൂലവും ഒന്നും ദൈവം നമ്മളെ വിളിക്കുന്നതിന് തടസ്സം വരുന്നില്ല. എന്നാ വിഷയം വന്നാലും ദൈവം നമ്മളെ ദൈവത്തിന്റെ വിളിക്ക് ഒരു തടസ്സവും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതികളൊന്നും ദൈവത്തിന്റെ വിളി ഇല്ലാതാക്കത്തില്ല. 2, ദൈവത്തെ അറിഞ്ഞവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്ന് അറിയാമോ? അതിന്റെ അർത്ഥം ദൈവപ്രവൃത്തി വാഗ്ദത്തങ്ങളില്ല ദൈവം തന്നേക്കുന്നത്. അവിടെ അതുകൊണ്ടായിരിക്കുന്നത് ക്രിസ്തു യേശു ഒരു വാഗ്ദത്തമാണ്. ഇവിടെ ആരെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് അബ്രഹാം വിശ്വാസത്താൽ എങ്ങനെയാണ് ഒരു സന്തതി ഇല്ലാത്തവൻ ഇന്ന് സന്തതികളുടെ പിതാവ് അഥവാ ബഹുജാതികളുടെ പിതാവായി മാറിയത് എങ്ങനെയാണ്? അതാണ് അവിടെ ഇരിക്കുന്നത്. വാഗ്ദത്തവാദവും കൊടുത്ത് നമുക്ക് വേഗത്തിൽ വായിക്കാം. ഒരു ഭാഗം എടുക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22:17-18 വായിക്കുന്നു. ശ്രദ്ധിക്കുക. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ തലമുറകൾ ആകാശത്തെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് ദൈവം അബ്രഹാമിന് കയ്യിലോട്ട് നോട്ടടിച്ചു കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടല്ല, ഒരു വാക്കാ കൊടുത്തത്. എന്നിട്ട് പറയാം, എന്റെ വാക്ക് നീ അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം നിന്റെ വാക്ക് ശ്രദ്ധിച്ചോണം.
സന്തതികൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, സന്തതി ഏകവചനമാണ്. സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ ദൈവം പറയാ. ഇതിന് ഞാൻ പറഞ്ഞ വാക്ക് നിവർത്തിക്കുമെന്ന് ദൈവം ദൈവത്തെ തന്നെ ആണയിട്ട് അങ്ങോട്ട് പറഞ്ഞു. എന്തുവായിരുന്നു? ഒറ്റ കാര്യമുള്ളൂ, ഒരു സന്തതി പുറപ്പെടും. അതാ പറഞ്ഞത്. അബ്രഹാമിന് ദൈവം കൊടുത്ത കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും വർദ്ധിക്കുമെന്നുള്ളത് എവിടെയാ? ഒരു സന്തതി മുഖാന്തരമാണ്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശു ക്രിസ്തു എന്ന നാമം നമ്മൾ വിളിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം പ്രസാദിക്കുക. ഇന്ന് അടുത്ത ഒരു ഭാഗം കൂടെ വായിക്കാം. വേഗത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മോശ, യിരെമ്യാവ്, യെശയ്യാവ്, പൗലോസ്, ഈ 4 പേരുടെ ചരിത്രം, അവരുടെ വാക്കുകൾ മാത്രമേ ഞാൻ ഇന്നിവിടെ വായിക്കത്തുള്ളൂ. അടുത്ത യിരെമ്യാവ് 23:5. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ഇത് ആദ്യം മോശയോട് ദൈവം പറഞ്ഞത് ഇന്ന് BC 1400 1500, അതായത് കർത്താവിന്റെ വരവിന് 1500 വർഷം മുമ്പേ ആ മോശയോട് പറയുന്നത്. പിന്നെ മോശയിൽ കൂടി എഴുതുന്നത്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം മോശയിൽ കൂടി എഴുതുന്നത്. അഥവാ അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് പറയുന്നത്, 6000 അല്ലെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുമ്പാ മോശയോട് അബ്രഹാമിനോട് ദൈവം പറയാ, നീ എന്റെ സന്തതിയിൽ കൂടി നീയും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 6000 വർഷം മുമ്പേ പറയുക. അപ്പോൾ ഇത് മോശ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതുമ്പോൾ പറയാ, ഇങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്ന നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ കാര്യം. അബ്രഹാമിന്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെഴുതുമ്പോൾ അടുത്ത ആളാണ് യിരെമ്യാവ്. യിരെമ്യാവ് 23:5 ഇങ്ങനെ പറയുന്നു, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും. ഞാൻ ദാവീദിന് നീതിയായ ഒരു മുള ഉത്ഭവിപ്പിക്കുന്ന ഒരു കാലം വരും. വീണ്ടും പറയാം, ദാവീദിന്റെ സന്തതിയായിട്ട് ഒരു മുള പൊട്ടി. വീണ്ടും പറയാം, പലരെ പറ്റിയല്ല പറഞ്ഞത്, യിരെമ്യാവും പറയുന്നത് ഒരു വ്യക്തിയെ പറ്റി. അവിടെ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലും പറഞ്ഞത് ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഒരു വ്യക്തിയിൽ കൂടിയുള്ള അനുഗ്രഹം പറഞ്ഞത്. ഇവിടെ യിരെമ്യാവും പറയുകയാണ് ഒരു വ്യക്തിയിൽ കൂടി. നമുക്ക് അടുത്തൊരു വാക്യം പോകാം. യെശയ്യാവ് 11:1-2 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ്. അവിടെ എഴുതിയിരിക്കുന്നു, ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള. വീണ്ടും പറയും, ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്നുകൊണ്ട് ഒരു കൊമ്പ് ഫലം കായ്ക്കും. എന്നിട്ട് എഴുതിയിരിക്കുക 11:3 ഒന്ന് വായിച്ചേ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. വീണ്ടും ഒരു വ്യക്തിയെ പറ്റി പറയാം. ഇത് 2 തീമോഥെയോസ് 2:8 പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് കത്തെഴുതുമ്പോൾ എഴുതുകയാണ്. വായിച്ചാട്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയ വാഗ്ദത്തം യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ്, അതായത് അന്നത്തെ കാലത്തുള്ള യേശു എന്നുള്ള പേരുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത്. ആരാണോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് അവനിൽ വിശ്വസിക്കുമ്പോൾ ഈ ദൈവം വെച്ച മുഴുവൻ വാഗ്ദത്തങ്ങളും അവന്റെ മേലുണ്ടാവും. അതാ പറഞ്ഞത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ണുമടച്ച് ഇപ്പോൾ ഒന്ന് വിശ്വസിക്കാമോ? തലമുറ അനുഗ്രഹിക്കപ്പെടും. കാര്യം ഇവിടെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു തന്നെ, ഗലാത്യ ലേഖനത്തിൽ ആദ്യം നമ്മൾ വായിച്ചു തന്നെ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ. അപ്പോൾ ഇതെങ്ങനെയാ? പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദന മാത്രമേ ഇത് പിടികിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് പോഷത്വമാണ്. ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നത്? പക്ഷെ വീണ്ടും ജനിച്ച് ആത്മാവിൽ നടത്തപ്പെടുന്ന, ആത്മാവിൽ മുൻപോട്ട് നയിക്കപ്പെടുന്നവർ ഇത് കണ്ണടച്ച് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടും. അതാ പറഞ്ഞത്, ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിലാണ് 6000 വർഷം മുമ്പ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തെ ഇന്ന് 2026, ഇന്ന് ഏപ്രിൽ 7 2026 ഏപ്രിൽ 7 ഇത് ക്രിയ ചെയ്യുന്നത് എങ്ങനെയാ?
6000 വർഷം മുമ്പേ പറഞ്ഞത് ആത്മാവിൽ കൂടി ഇന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ തിരുവചനം പറയും. ഞാനതാ പറഞ്ഞത്, ഇത് കണ്ണുമടച്ച് നമുക്ക് നിരസ്കരിക്കാം, കണ്ണുമടച്ച് സ്വീകരിക്കാം. ഇത് രണ്ടും നടക്കും. ഞാൻ അതാ പറഞ്ഞത്, അധികം ഒന്നും ഞാൻ പറയത്തില്ല, 4 പേരുടെ ചരിത്രം മാത്രം. ഒന്ന് മോശ. ഇത് എഴുതപ്പെട്ട ആദ്യം ഉൽപ്പത്തി പുസ്തകം എഴുതി മോശയുടെ കാര്യത്തെ പറ്റി പറയുന്നു. മോശയുടെ കാലഘട്ടം എന്താ? തിരസ്കരിച്ചതാ, തള്ളിക്കളഞ്ഞതാ, രക്ഷയില്ലെന്ന് പറഞ്ഞിടത്തു മോശയെ ദൈവം വിളിച്ചത്. 2 യെശയ്യാവിന്റെ കാലത്ത്, കർത്താവിന്റെ വരവിന് 750 വർഷം മുമ്പേ യെശയ്യാവ് ഈ പുസ്തകം എഴുതിയപ്പോൾ ആ യെശയ്യാവിനെ ആരും അംഗീകരിച്ചില്ല. യെശയ്യാവ് പറയുന്നുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. അവിടെ നിന്ന് ദൈവം ഒരു കൊടിൽ കൊണ്ട് ഒരു കനൽ തൊട്ട് ശുദ്ധിയുള്ളവനാക്കിയിട്ട് പറഞ്ഞു, എഴുതിക്കോളാൻ പറഞ്ഞു. അടുത്ത യെരമ്യാവിനെ നോക്കുമ്പോൾ കർത്താവിന് 600 വർഷം മുമ്പ് യെരമ്യാവ് വന്നു. അന്നേരം യെരമ്യാവ് പറഞ്ഞുകൊണ്ട്, ഞാൻ ബാലനായി, എന്നെ ക്വാളിഫൈഡ് അല്ലെന്ന്. അപ്പൊ ദൈവം പറഞ്ഞു നിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെന്നുള്ള തിരിച്ചറിവാണ് നിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. അടുത്തത് പൗലോസിനെ പറയുന്ന, ഏറ്റവും അധികം ഇതിനെ ഉപദ്രവിച്ച് നടന്നവൻ പിന്നെ പറയുകയാണ്, എന്റെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി. അപ്പോൾ ആ വീളിൽ ഒന്നാമത്തവനാണ് ഞാൻ, പക്ഷെങ്കിൽ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇന്നെ കേൾക്കുന്നവരോട് പറഞ്ഞ, ഈ ദൈവത്തെ വിശ്വസിക്കാൻ നിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് ആഭരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക വേഷവിധാനങ്ങളോ പ്രത്യേക രീതി ഒന്നും വേണ്ട. നിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ലെന്നുള്ളതാണ് ദൈവസന്നിധിയിൽ നിന്നെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ലിമിറ്റേഷൻസ് നോക്കി ദൈവത്തിന്റെ വിളി ഒട്ടും മാറത്തില്ല. ലിമിറ്റേഷൻസ് നോക്കി. അത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ആള് 1400 വർഷം മുമ്പ്, കർത്താവിന് 1400 വർഷം മുമ്പ് എഴുതി. രണ്ടാമത്തെ ആൾ 750 വർഷം മുമ്പ് എഴുതി. മൂന്നാമത്തെ ആൾ 600 വർഷം മുമ്പ് എഴുതി. പൗലോസ് അപ്പോസ്തലൻ വന്ന് 2000 കർത്താവ് വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെ 50-60 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഈ ലെറ്റർ. ഒന്ന് ഓർത്തേ, ഒരു 1500 വർഷത്തെ അന്തരമുണ്ട് ഇവര് തമ്മിലുള്ള എഴുത്തുകൾ. വിവിധ കാലഘട്ടത്തിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ സംസ്കാരത്തിൽ ഇരുന്ന്, മീൻസ് പല സംസ്കാരത്തിൽ ഇരുന്നവരെ. പക്ഷെ ഇവരെല്ലാം എഴുതിയത് ഒരൊറ്റ വ്യക്തിയെ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെല്ലാം എഴുതിയത് ഒരൊറ്റ വ്യക്തിയിൽ കൂടിയുള്ള രക്ഷയാണ്. ഇന്നെ കേൾക്കുന്ന മുഴുവൻ പേരോട്ട്, യേശുക്രിസ്തു സാധാരണ നാമമല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിച്ചു പോകത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ കുടുംബം ഒരു കാലത്തും നശിച്ചു പോകത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ തലമുറ ഒരു കാലത്തും നശിച്ചു പോകത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 10 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കും. എന്താ കാര്യം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും നശിച്ചു പോകത്തില്ലെന്ന് ഈ തിരുവചനം പറയുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ കൂടി, ഇന്ന് എന്നെ കേൾക്കുന്ന പലവിധ മാനസിക ബുദ്ധിമുട്ടിൽ കൂടി, ഭാരത്തിൽ കൂടി, സംശയത്തിൽ കൂടി, ഭയത്തിൽ കൂടി, പേടിക്കേണ്ടെന്ന് യേശുവേ നിന്ന് വിളിച്ചാൽ മതി. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും അവൻ രക്ഷിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നു. രക്ഷിക്കുന്നു. അപ്പം ഒറ്റ കാര്യമുള്ളൂ, ആത്മാവുമായിട്ടുള്ള കണക്ഷനിൽ നിന്നോണം. മുന്തിരിവള്ളിക്ക് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ല. ഈ കൊമ്പ് വന്ന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് പിന്നെ കൊമ്പിന്റെ എഫേർട്ട് ഒന്നുമില്ല. കൊമ്പ് പിന്നെ ഞാൻ എങ്ങനെ മുന്തിരിക്ക ഉണ്ടാക്കുമെന്നൊന്നും ചിന്തിക്കത്തില്ല. വസിച്ചാ മതി, ആ കൊമ്പിൽ വസിച്ചാ മതി. തോട്ടക്കാരനറിയാം ഇത് എങ്ങനെ പരിപാലിക്കണമെന്ന്. എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു എന്ന് യേശു പറഞ്ഞു. നിന്നെ കേൾക്കുന്നവരോട് പറഞ്ഞെ, അധികം ഒന്നും നീട്ടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 1500 വർഷത്തെ അന്തരം കൊണ്ട് വിവിധ സംസ്കാരത്തിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ പ്രതികൂലത്തിൽ ഇരുന്നവരാ. ഒറ്റ കാര്യം പറഞ്ഞല്ലോ, ഒരു സന്തതിയുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്ക് തന്ന ധൈര്യത്തിനും ഉറപ്പിനും പ്രത്യാശയ്ക്കുമായിട്ട് സ്തോത്രം. ഇത് ഞങ്ങൾക്ക് തള്ളിക്കളയാം, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാം. രണ്ടും ഞങ്ങളുടെ മുമ്പിൽ ഏദൻ തോട്ടത്തിൽ വെച്ച ആ മരം പോലെ, ദൈവം ആദാമിന് കൊടുത്ത വാഗ്ദത്തം പോലെ നിനക്ക് എടുക്കാം. തെരഞ്ഞെടുപ്പ് നിന്റെ മുമ്പിലുണ്ട്. നിനക്ക് നന്മതിന്മകളെ പറ്റിയുള്ള, നിനക്ക് മുൻപിൽ നിനക്ക് ജീവന്റെ വൃക്ഷത്തെ പറ്റിയുള്ള, മറ്റു ഫലങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നു. നീ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും നിന്റെ ജീവിതം. അബ്രഹാം, കർത്താവ് ആദാം ദൈവത്തിന്റെ വാക്കിനെതിരെ പ്രവർത്തിച്ചപ്പോൾ മാനവജാതി മുഴുവൻ പാപത്തിനകത്തായി. എന്നാൽ അതേ ദൈവം തന്നെ വെച്ചതാ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്നെ, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. പിതാവെ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല.
ഞങ്ങളുടെ കുടുംബം ഒരിക്കലും ലജ്ജിക്കത്തില്ല, ഞങ്ങളുടെ തലമുറകൾ ലജ്ജിക്കത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിക്കത്തില്ല. കാര്യം യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണ്. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈവിൽ ജോയിൻ ചെയ്ത മുഴുവൻ പേര് യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒന്ന് അനുഗ്രഹിച്ചാട്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ യേശുനാമത്തെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുനാമത്തിൽ അനുഗ്രഹിക്കുക. നിങ്ങളുടെ സാമ്പത്തികത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങൾ തന്നെ യേശുനാമത്തിൽ അനുഗ്രഹിക്കുക. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ, യേശുവിന്റെ നാമം വിളിക്കപ്പെട്ടവരാ. അനുഗ്രഹിച്ചോ. യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. പുതിയ വർഷം വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ദൈവം വെച്ച എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ വെളിപ്പെടാനിടയാകട്ടെ. ഇന്ന് ശാരീരികമായ ബലഹീനതയിലുള്ളവർ ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസികമായ വിഷയങ്ങൾ മാറിപ്പോയിരിക്കുക. പ്രതികൂലങ്ങൾ മാറട്ടെ, വഴികൾ തുറക്കട്ടെ, വാതിൽ തുറക്കട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കഥ അനുഗ്രഹിക്കുന്നു. നല്ല ധൈര്യത്തോടെ വിളിച്ചു പറ, യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു കാലത്തും എന്റെ തലമുറകളും നശിച്ചു പോകത്തില്ല. ഇപ്പൊ പ്രശ്നം കാണും, വേദന, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പേടിക്കേണ്ട. ദൈവം കൈകാര്യം ചെയ്തു. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് യാത്രകളിലൊക്കെ ആയിരുന്നു. സമയത്തിന് 8 മണിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. ഇന്നും ഓടിപ്പടിച്ച് വേറെടുത്ത് വന്നിട്ട് ഞാൻ ചെയ്യുകയാണ്. നാളെ കർത്താവ് അനുവദിച്ച രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ വീണ്ടും ഒരു ആലോചനയുമായി വരാം. മറന്നുപോകല്ല, ഇതാണ് ആധാരം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് രചിച്ചു പോകുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.